ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആര്യ ശങ്കർ. എസ് മീഡിയയുടെ പുതിയൊരു ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മുമ്പ് തന്നെ ചാനലിലൂടെ BBAയുടെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ്റെ കേരള യൂണിവേഴ്സിറ്റിയിലെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ്റെ സിലബസ് നമ്മൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. സോ ആ ഒരു ടൈമിൽ ഒരുപാടേറെ വിദ്യാർത്ഥികൾ അതിൻ്റെ ആ ഒരു കമൻറ്റ് ബോക്സിൽ പറഞ്ഞിരുന്നു ഇന്ന സബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഇന്ന കോഴ്സിൻ്റെ സിലബസ് കൂടി ഇതിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത്. നമ്മൾ പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും സിലബസുകൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലിൽ അറിയിക്കുക. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൂടെ ആ സിലബസുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും എന്നുള്ളത്. സോ ഇന്ന് നമ്മുടെ തന്നെ ഒരു സബ്സ്ക്രൈബറിൻ്റെ ആവശ്യപ്രകാരം ബികോമിൻ്റെ സിലബസും അതുപോലെ സെമസ്റ്റർ ബേസുള്ള കോഴ്സുകൾ ഏതൊക്കെ നിങ്ങൾ പഠിക്കേണ്ടി വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും ഇത് മുഴുവനായിട്ടും നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും അതോടൊപ്പം നിങ്ങൾ ബുക്കിലോ മറ്റെവിടെയെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യുക നിങ്ങൾ പഠിക്കേണ്ട സിലബസുകൾ. ഓക്കെ, ഇത് സംബന്ധിച്ചിടത്തോളം ഇത് ഫസ്റ്റ് ഡിഗ്രി പ്രോഗ്രാം ആണ്. കൊമേഴ്സുമായി ബേസ് ചെയ്ത് 3 വർഷത്തെ കോഴ്സാണ്. 6 സെമസ്റ്ററുകളായിട്ടാണ്, അതായത് ഒരു വർഷത്തിൽ 2 സെമസ്റ്റർ വീതം 3 വർഷം ആണ് ഈ ഒരു കോഴ്സ്. പ്രോഗ്രാം സ്ട്രക്ചർ അങ്ങനെ പറയുന്നത് അതാണ്. 90 വർക്കിംഗ് ഡേയ്സ് ആണ് സാധാരണഗതിയിൽ പറയാറുള്ളത്. അതായത് 450 ഹവേഴ്സ് നിങ്ങൾ ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിൻ്റെ പഠനം നടത്തിയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, പ്രോഗ്രാം സ്ട്രക്ചർ ബേസ് ചെയ്തിടത്തോളം ലാംഗ്വേജ് കോഴ്സുകളുണ്ടാവും, ഫൗണ്ടേഷൻ കോഴ്സുകളുണ്ടാവും, കോർ കോഴ്സുകളുണ്ടാവും, കോംപ്ലിമെൻ്ററി കോഴ്സുകളുണ്ടാവും, ഓപ്പൺ ആൻഡ് ഇലക്ടീവ് കോഴ്സുകളുണ്ടാവും, അതുപോലെ പ്രോജക്റ്റ് സ്ട്രക്ചേഴ്സും ഉണ്ടായിരിക്കുന്നതായിരിക്കും. പ്രോജക്റ്റ് സംബന്ധിച്ചിടത്തോളം 5th സെമസ്റ്ററിൽ ഫിഫ്ത്ത് സെമസ്റ്ററിൽ പ്രോജക്റ്റ് പ്രപ്പോസൽ പ്രസൻറ്റേഷൻ ആൻഡ് പ്രിലിമിനറി സ്റ്റഡി ഉണ്ടായിരിക്കുന്നതാണ്. 6ാമത്തെ സെമസ്റ്ററിൽ ഫീൽഡ് വർക്കും ഡേറ്റ അനാലിസിസും അതുപോലെ റിപ്പോർട്ട് റൈറ്റിംഗ്, പ്രസൻറ്റേഷൻ ആൻഡ് ഫൈനൽ റിപ്പോർട്ട് സബ്മിഷൻ 6ാമത്തെ സെമസ്റ്ററിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇത് സംബന്ധിച്ചിടത്തോളം സെമസ്റ്റർ ബേസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾ ഒരു ലാംഗ്വേജ് കോഴ്സ് പഠിക്കേണ്ടതായിട്ടുണ്ട്, അതായത് ഇംഗ്ലീഷ്. അതുമാത്രം കൂടാതെ അഡീഷണൽ ആയിട്ടൊരു ലാംഗ്വേജ് കോഴ്സ് കൂടി നിങ്ങൾ ആ ഒരു ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കേണ്ടതായിട്ടുണ്ടാവും. അതുപോലെ ഫൗണ്ടേഷൻ കോഴ്സ് ഒരെണ്ണം, 2 കോർ കോഴ്സുകളും കോംപ്ലിമെൻ്ററി കോഴ്സും ഈ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കേണ്ടതുണ്ടാകും. മറ്റുള്ള സെമസ്റ്ററുകൾ നമുക്ക് ഓരോ സെമസ്റ്ററായിട്ട് നിങ്ങൾ പഠിക്കുന്ന ടൈം ആകുമ്പോഴേക്കും തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ നമുക്ക് തീർച്ചയായിട്ടും സെമസ്റ്റർ വൈസ് ഓരോ സെമസ്റ്ററിലും നിങ്ങൾ പഠിക്കേണ്ട കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഒരു ജനറലായിട്ട് ഒന്ന് പറഞ്ഞു പോകാം. അതായത് പ്രോഗ്രാം സ്ട്രക്ചേഴ്സ് എങ്ങനെയാണെന്നുള്ളത്. സെമസ്റ്റർ 1ൽ നിങ്ങൾ ഒരു ലാംഗ്വേജ് കോഴ്സ് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ ലാംഗ്വേജ് കോഴ്സ് ഇംഗ്ലീഷാണ്. അതിൻ്റെ കോഡ് വരുന്നതെന്ന് പറയുന്നത് EN1111 എന്നാണ്. അതുപോലെ തന്നെ അഡീഷണൽ ലാംഗ്വേജ് പഠിക്കേണ്ടതുണ്ട്. അതായത് ലാംഗ്വേജ് കോഴ്സിൽ തന്നെ അഡീഷണൽ ലാംഗ്വേജ് ഒരെണ്ണം പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ കോഴ്സ് എന്ന് പറയുന്നത് 1111. അതുപോലെ ഫൗണ്ടേഷൻ കോഴ്സ് ഒരെണ്ണം പഠിക്കേണ്ടതുണ്ട്. അതായത് മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ CO1121 ആണ് അതിൻ്റെ കോഴ്സ് കോഡ്. കോർ കോഴ്സ് 2 എണ്ണം പഠിക്കേണ്ടതുണ്ട്. അതിൽ ആദ്യത്തേത് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് ആണ്. എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് അത് പഠിക്കേണ്ടതായിട്ടുണ്ട്. CO1141 ആണ് അതിൻ്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കൺസെപ്റ്റ് ആൻഡ് തോട്ട്സ് ആ ഒരു കോഴ്സ് കോഡാണ്. അതിൽ CO1142 ആണ് അതിൻ്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത്. അതുപോലെ കോംപ്ലിമെൻ്ററി കോഴ്സ് ആയിട്ടുള്ള മാനേജറിയൽ എക്കണോമിക്സ് കൂടി നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കേണ്ടതുണ്ട്. മാനേജറിയൽ എക്കണോമിക്സ് നിങ്ങൾ മുമ്പ് BBA സ്റ്റുഡൻസ് കേട്ടിട്ടുണ്ടാവണം. കാരണം BBA സ്റ്റുഡൻസിനും മാനേജറിയൽ എക്കണോമിക്സ് 2 കൂട്ടർക്കും, BComകാർക്കും BBAക്കാർക്കും 2 കൂട്ടർക്കും മാനേജ്മെൻറ്റ് എക്കണോമിക്സും എൻവയോൺമെൻറ്റൽ സ്റ്റഡീസും ഒക്കെ തന്നെ ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ദാറ്റ് സെയിം കാര്യങ്ങൾ തന്നെയാണ്, സെയിം സിലബസ് തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി സെമസ്റ്റർ 2ൽ ലാംഗ്വേജ് കോഴ്സ് 2 ലാംഗ്വേജ് കോഴ്സുകൾ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതൊരു ഇംഗ്ലീഷും അടുത്തതിൽ അഡീഷണൽ ലാംഗ്വേജ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഫൗണ്ടേഷൻ കോഴ്സ് ആയിട്ടുള്ള ഇൻഫോർമേറ്റിക്സ് ആൻഡ് സൈബർ ലോ എന്നൊരു കോഴ്സ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഫിനാൻഷ്യൽ അക്കൗണ്ട് എന്നൊരു കോഴ്സ് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇവയുടെയൊക്കെ കോഴ്സ് കോഡ്, ഇവയുടെ സിലബസ് 2nd സെമസ്റ്റർ മുതലുള്ള സിലബസുകൾ ഇടുന്ന ടൈമിൽ നമ്മൾ കോഴ്സ് കോഡ് കാര്യങ്ങൾ പറയും. ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ടും സിലബസ് ഇടുന്നത്. സോ അതുകൊണ്ടാണ് അതിൻ്റെ കോഴ്സ് കോഡ് ഉൾപ്പെടെ നമ്മൾ പറഞ്ഞു പോയത്. ഓക്കെ, 2nd സെമസ്റ്ററിൽ പഠിക്കാനുള്ളതിൽ കോർ കോഴ്സുകളിൽ ഫിനാൻഷ്യൽ അക്കൗണ്ട്, ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്നിവ പഠിക്കണം. അതിൽ കോംപ്ലിമെൻ്ററി കോഴ്സായിട്ടുള്ള മാത്തമാറ്റിക്സ് കൂടി നിങ്ങളിതിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. സെമസ്റ്റർ 3ൽ ആസ് യൂഷ്വൽ ഇംഗ്ലീഷ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് അഡ്വാൻസ്ഡ് പഠിക്കാനുണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിക്കാനുണ്ട്. കമ്പനി അഡ്മിനിസ്ട്രേഷൻ പഠിക്കാനുണ്ട്. റിലേറ്ററി സ്ട്രീം, ഏതെങ്കിലും റിലേറ്ററി സ്ട്രീം കൂടി നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ബിസിനസ്, അതും
കോംപ്ലിമെൻ്ററി കോഴ്സാണ്. ഒരു ബിസിനസ് എന്ന് പറയുന്ന ഒരു കോംപ്ലിമെൻ്ററി കോഴ്സ് കൂടി നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. സെമസ്റ്റർ 4 ഇംഗ്ലീഷ് പഠിക്കണം, ഇന്ത്യൻ ഫിനാൻഷ്യ പഠിക്കണം, മാർക്കറ്റ്സ്, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് പഠിക്കണം, കോഓപ്പറേറ്റ് അക്കൗണ്ടിങ് പഠിക്കണം, ഒരു ഇലക്ട്രിക് സ്ട്രീം നിങ്ങൾ പഠിച്ചിരിക്കണം. ഇലക്ട്രിക് സ്ട്രീം അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇലക്റ്റീവായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സും പഠിച്ചിരിക്കണം. സെമസ്റ്റർ 5 ഫണ്ടമെൻ്റൽ ഓഫ് ഇൻകം ടാക്സ്. അപ്പോൾ 3rd സെമസ്റ്റർ വരെ മാത്രമേ ഇംഗ്ലീഷ് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമുള്ളൂ എന്നുള്ള കാര്യം ഓർമ്മ വേണം. സെമസ്റ്റർ 5 ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻകം ടാക്സ്, അതുപോലെ കോസ്റ്റ് അക്കൗണ്ടിങ്, മാർക്കറ്റിംഗ്, മാനേജ്മെൻറ്റ്, അതുപോലെ മറ്റൊരു ഓപ്പൺ കോഴ്സ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടൊരു ഇലക്ട്രിക് സ്ട്രീം ഉണ്ട്, അതുപോലെ പ്രോജക്റ്റും. സെമസ്റ്റർ 6 ആസ് യൂഷ്വൽ നമ്മൾ പറഞ്ഞതുപോലെ ഓഡിറ്റിംഗ് പഠിക്കണം, അപ്ലൈഡ് കോസ്റ്റിംഗ് പഠിക്കണം, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പഠിക്കണം, ഒരു ഓപ്പൺ കോഴ്സ് ഉണ്ടാവും, ഒരു ഇലക്ട്രിക് സ്ട്രീം ഉണ്ടായിരിക്കും, പ്രോജക്റ്റ് ഉണ്ടായിരിക്കും. ഇലക്ട്രിക് സ്ട്രീംസും അതുപോലെ കോഓപ്പറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് സിലബസ് ഇടുമ്പോൾ അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിലെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഓരോ കോഴ്സുകളുടെയും സിലബസുകൾ നോക്കാം. ആ ഒരു സെമസ്റ്റർ 1 ഫൗണ്ടേഷൻ കോഴ്സായ മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ്റെ സിലബസുകൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. തീർച്ചയായിട്ടും ശ്രദ്ധാപൂർവ്വം കേൾക്കുക, അല്ലെങ്കിൽ ശ്രദ്ധാപൂർവ്വം എവിടെയെങ്കിലും ബുക്കിലോ മറ്റിടത്തോ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഫസ്റ്റ് സെമസ്റ്റർ 1 ആദ്യത്തെ കോഴ്സായ മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ്റെ സിലബസുകളാണ് പറയുന്നത്. മൊഡ്യൂൾ 1 മീനിങ് ഓഫ് ബിസിനസ് ഇൻഫോർമേഷൻ, ലേണിംഗ് ബിസിനസ് ഇൻഫോർമേഷൻ, methods and techniques of collecting and learning business information, business linkage between business and different economic system, meaning of economic system, their functioning, different economic system and their future, capitalism, socialism, communism and mixed economy, different form of business organization, individual and organized, family and corporate, business for profit and business not for profit, business entities, individual, partnership, cooperatives, trust, undivided families, joint stock companies, joint ventures, MNCs. ബ്രാക്കറ്റിൽ ബേസിക് കൺസെപ്റ്റ് ഓൺലി. ഓക്കെ, മൊഡ്യൂൾ 2 economic sectors for the economy, an overview, primary sector, secondary sector, tertiary sector, business examples in different sectors, emerging areas in service sector, tourism, IT, healthcare, KPO, BPO, event management, etc. A brief study only. അത് ബ്രാക്കറ്റിലാണ് കേട്ടോ. ഓക്കെ, മൊഡ്യൂൾ 3 ബിസിനസ് ഒബ്ജക്റ്റീവ്, എക്കണോമിക്, സോഷ്യൽ, എസ്റ്റാബ്ലിഷിംഗ് ബിസിനസ്സിൽ സ്റ്റെപ്പ്, എൻവയോൺമെൻറ്റ് അനാലിസിസിൽ ലീഗൽ, ഫിസിക്കൽ, ഫിനാൻഷ്യൽ, സോഷ്യൽ, എക്കണോമിക്, ടെക്നിക്കൽ, എക്സെട്ര. ഐഡിയ ജനറേഷൻ, mobilization on financial resource, savings, loans and advance shares, role of entrepreneur, payment to government, taxes, direct and indirect. A brief study only എന്ന് ബ്രാക്കറ്റിൽ നിങ്ങൾ നോട്ട് ഔട്ട് ചെയ്യുക. എക്കണോമിക് ഡെവലപ്മെൻറ്റ്, മീനിങ്, മെഷർ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്, റോൾ ഓഫ് ബിസിനസ് ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, കമ്പനി, ഇൻഡസ്ട്രി ആൻഡ് എക്കണോമി ഇൻ്റർ റിലേഷൻഷിപ്പ്, റോൾ ഓഫ് ബിസിനസ് ബ്രാക്കറ്റിൽ പബ്ലിക് സെക്ടർ ആൻഡ് പ്രൈവറ്റ് സെക്ടർ ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ന്യൂ എക്കണോമിക് പോളിസി, ലിബറലൈസേഷൻ, പ്രിവൻറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ, അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, മാനേജറിലിസം, അതിൻ്റെ ഫീച്ചേഴ്സ്, ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് എക്കണോമിക് ഗ്രോത്ത് ഓഫ് ആൻ എക്കണോമി. മൊഡ്യൂൾ 4 ട്രെയിൻഡ് മാൻ പവർ ഫോർ ക്വാളിറ്റി എൻഹാൻസ്മെൻറ്റ്, റോൾ ഓഫ് ട്രെയിൻഡ് മാൻ പവർ ഫോർ ക്വാളിറ്റി അറ്റ് ഇൻഡിവിജ്വൽ ലെവൽ, family level, organizational level and national level, human capital management concept, importance and benefit, quality of life and quality of work life, quality circle, management problems in small, medium and large organization,
യൂസ് ഓഫ് ടെക്നോളജി ഇൻ ബിസിനസ് എ ബ്രീഫ് സ്റ്റഡി ഉള്ളി എന്നുള്ളത് ബ്രാക്കറ്റിൽ നോട്ട് ഔട്ട് ചെയ്യുക. ബിസിനസ് എത്തിക്സ്, അതിൻ്റെ കൺസെപ്റ്റ്, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്. സോഷ്യൽ എത്തിക്സ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് സോഷ്യൽ സർവീസ്. റോൾ ഓഫ് NCC ആൻഡ് NSS ഇൻ പ്രൊമോട്ടിംഗ് സോഷ്യൽ വാല്യൂസ് എമംഗ് സ്റ്റുഡൻസ്. അവിടെയും എ ബ്രീഫ് സ്റ്റഡി ഉള്ളി എന്നുള്ളത് നോട്ട് ഔട്ട് ചെയ്യുക. മൊഡ്യൂൾ 5 ഇൻഡിവിജ്വൽ ആൻഡ് ടീം representation by observation, reading techniques, listening to lectures, note taking, seminar and workshop, conference and symposium, field studies, case studies and project report. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ റെഫർ ചെയ്യാൻ സാധിക്കുന്ന ബുക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എനിക്കൊന്ന് ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ബുക്ക് എന്ന് പറയുന്നത് CB ഗുപ്തയുടെ ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്, സുൽത്താൻ ചന്ദ് 8th എഡിഷൻ 2013 ആണ്. അതുപോലെ തന്നെ RR ഗൗർ, R സംഗൽ, GP ഭാഗേര, ഹ്യൂമൻ വാല്യൂസ് ആൻഡ് പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നൊരു ബുക്ക്. അതുപോലെ തന്നെ മൂർത്തി CSV ബിസിനസ് എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്, ഹിമാലയ പബ്ലിഷിംഗ് ഹൗസ്. NM കൺവെൽ ഇന്ത്യൻ എത്തോസ് ആൻഡ് വാല്യൂസ് ഫോർ മാനേജേഴ്സ് എന്ന ബുക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ഹെൽപ്ഫുള്ളായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ മറ്റൊരു കോഴ്സാണ് സെമസ്റ്റർ 1 തന്നെ നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു കോഴ്സാണ്, ഒരു കോർ കോഴ്സാണ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്. എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൻ്റെ സിലബസുകൾ നോക്കാം. മൊഡ്യൂൾ 1 എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്, അതിൻ്റെ മീനിങ്, സ്കോപ്പ്, ഇമ്പോർട്ടൻസ്. മൊഡ്യൂൾ 2 എക്കോളജി ആൻഡ് എക്കോസിസ്റ്റം, ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇറ്റ്സ് കൺസർവേഷൻ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്, meaning of ecology, structure and function of an ecosystem, produces, consumers, decomposes, energy flow in the ecosystem, ecological succession, food chain, food web and ecological pyramid, ecosystem, concept, type of ecosystem, structure and function of forest ecosystem, grassland ecosystem, desert ecosystem, aquatic ecosystem, biodiversity and its conservation, introduction, definition, genetic, species and ecosystem diversity, value of biodiversity, biodiversity at global, national and local levels, India as a mega diversity nation, hotspot, diversity, threat to diversity, conservation of diversity in situ, ex-situ, natural resources features, air resources, forest resources, water resources and mineral resources, food resources, energy resources, land resources, over exploitation of natural resources, consequence conservation of natural resources, role of an individual in conservation of natural resources. Module 3 industry and environment, pollution, environmental pollution, soil pollution, air pollution, water pollution, thermal pollution, noise pollution, അതിൻ്റെ causes, effect and control measures, waste management, waste minimization through cleaner technology, reuse and recycling, solid waste management. Module 4 social issues and environment, unsustainable to sustainable development, urban problems related to energy, water conservation, water harvesting, resettlement and rehabilitation of people, environment ethics, wasteland reclamation, consumerism and waste product. Module 6 human populations and environment, population growth, variation among nations, population exploitation, environment and human health, ഹ്യൂമൻ റൈറ്റ്സ്, വാല്യൂ എഡ്യൂക്കേഷൻ, വുമൺ ആൻഡ് ചൈൽഡ് വെൽഫെയർ എന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു കോഴ്സിൽ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന ഒരു കോഴ്സിന് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ബുക്ക് എന്ന് വെച്ചാൽ കിരൺ ബിയുടെ ചോക്കേഴ്സ് ആൻഡ് അതേഴ്സ്, അണ്ടർസ്റ്റാൻഡിങ് എൻവയോൺമെൻറ്റ്, സേജ് പബ്ലിക്കേഷൻ, ന്യൂഡൽഹി. അതുപോലെ തന്നെ അറുമുഖം എൻ ആൻഡ് കുമരേഷൻ വി, എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്, സാറാസ് പബ്ലിക്കേഷൻ, കന്യാകുമാരി. അതുപോലെ മറ്റൊരു ബുക്ക് കൂടി നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ സാധിക്കുന്നതാണ് ബെന്നി ജോസഫിൻ്റെ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്, ടാറ്റ MG ഗ്രോ, ഹിൽ പബ്ലിഷിംഗ് കോഓപ്പറേഷൻ ലിമിറ്റഡ്, ന്യൂഡൽഹി എന്ന ആ ഒരു ബുക്കും നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് സെമസ്റ്റർ 1 തന്നെ ഒരു കോർ കോഴ്സ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് കൺസെപ്റ്റ് ആൻഡ് തോട്ടിൻ്റെ സിലബസുകൾ നോക്കാം. മൊഡ്യൂൾ 1 നേച്ചർ ആൻഡ് ഇവാലുവേഷൻ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ്, meaning and definition of management, effective management, concept, need, qualities and style of an effective manager, empowerment style, participation style, guidance style, management skills, technical, interpersonal, conceptual, diagnostic and political skills, Mintzberg managerial roles, School of Management Thought, the Classical School, Human Relations School and the Hawthorne Studies Behavioral Science School,
The System School, The Contingency School, Contemporary Management Thought, Drucker, Porter, Prahalad, Hamel and Tom Poiters. Module 2 Overview of the Management Process, Planning, Meaning, Definition, Importance, Organizing. Meaning and definition, concept of authority, responsibility and accountability, delegation and decentralization, organization culture, type of organizational culture, staffing, significance of staffing, staffing process, directing, concept, elements of the direction function, controlling, step in the process of controlling. Module 3 leadership, അതിൻ്റെ meaning, leadership qualities, leadership style, leadership theories, trade theory, charismatic leadership approach, managerial grid theory, contingental theory, Fielder's model, situational leadership theory, transactional and transformational leadership. Module 4 motivation and communication, motivation meaning and importance, intrinsic and extrinsic motivation, positive and negative motivation, motivational theory, carrot and stick theory, Maslow's hierarchy of human needs, Herzberg's two-factor theory, Adolphus ERJ theory, Bloom's expectancy theory, David M.C. Land needs-based motivational models, factors determine motivational policy, communication meaning, need, process, type, verbal, non-verbal, visual, internal, external, formal and informal, barriers to communication, physical, psychological, attitudinal, semantic, cross-cultural, gender, guidelines for effective communication. Module 6 Module 5 New Horizon of Management Conceptual Framework only എന്ന ബ്രാക്കറ്റിൽ ടൈപ്പ് ഔട്ട് ചെയ്യുക. TQM meaning, principle of TQM, Deming's 40 points, barriers to TQM, customer requirement, the 5 F's change, management, concept and importance, knowledge management, concept and importance, concept of learning organization. ഇതിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ സാധിക്കുന്ന ബുക്ക് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ് 5th edition Tripadi PCMC Grohill Education PVT LTD New Delhi. Management Theory and Practice Mahajam and Books PVT LTD New Delhi. Principle of Management Ramaswamy Himalaya Publishing House Bangalore എന്നീ ബുക്കുകൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് മറ്റൊരു കോഴ്സായിട്ടുള്ള കോംപ്ലിമെൻ്ററി കോഴ്സായ മാനേജറിയൽ എക്കണോമിക്സ് സെമസ്റ്റർ 1 മാനേജറിയൽ എക്കണോമിക്സിൻ്റെ സിലബസുകൾ നോക്കാം. മൊഡ്യൂൾ 1 ഇൻട്രൊഡക്ഷൻ, എക്കണോമിക്സ്, മാനേജറിയൽ എക്കണോമിക്സ്, distinction between managerial economics and traditional economics, characteristics of managerial economics, scope of managerial economics, application of economics theory in business decision, role and responsibility of a managerial economist, demand estimation. Module 2 demand estimation, demand, elasticity of demand, price, income, advertisement, cross, uses, measurement, demand forecasting, short term and long term forecasting, method of forecasting, forecasting and the demand for new products. Module 3 theory of production, production function, Cobb-Dulux production function, law of production, law of diminishing returns, law of return to scale economics and diaeconomics of scale, Isokyan curve, Isokos curve, optimum combination of inputs. Module 4 pricing policy and practice, market structure, perfect competition, monopoly, monopolistic competition and oligopoly, concept and features only in the bracket add up ചെയ്യുക. Pricing objective, role of cost in pricing, demand factor in pricing, factors to be considered when formulating a pricing policy, cost plus pricing, marginal cost pricing, going rate pricing, break-even point pricing, product line pricing, pricing of a new product, pricing law over the life cycle of a product. Module 5 business cycle, introduction, phase of business cycle, cause and indicator theory of business cycles, control of business cycle എന്നിവയാണ് മറ്റൊരു മാനേജറിയൽ എക്കണോമിക്സിൻ്റെ സിലബസുകൾ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ സാധിക്കുന്ന ബുക്കുകൾ എന്ന് പറയുന്നത് മഹേശ്വരി KL ആൻഡ് വോഷനി മാനേജറിയൽ എക്കണോമിക്സ്, സുൽത്താൻ ചന്ദ് ആൻഡ് സൺസ് ന്യൂഡൽഹി, ഗുപ്ത GS മാനേജറിയൽ എക്കണോമിക്സ്, ടാറ്റ MC Grohill പബ്ലിഷിംഗ്,
കോ ലിമിറ്റഡ്, ന്യൂഡൽഹി എന്നീ ബുക്കുകൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, ഇവ ഇത്രയുമാണ് ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട കോഴ്സുകളും ആ കോഴ്സുകളുടെ സിലബസ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൻ്റെയും അഡീഷണൽ ലാംഗ്വേജ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിൻ്റെയും ഈ ഒരു സിലബസ് എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ അല്ല. അതായത് നമുക്ക് BBAക്കായാലും മറ്റേത് കോഴ്സിനായാലും ഒരേ സ്ട്രക്ചർ തന്നെയാണ് ഈ പറഞ്ഞ ഇംഗ്ലീഷിൻ്റെ ലാംഗ്വേജിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. സോ തീർച്ചയായിട്ടും അത് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഇത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് കോർ കോഴ്സുകളായ മെത്തഡോളജി ആൻഡ് പ്രിപ്പറേറ്ററീസ് ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ്റെയും എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൻ്റെയും മാനേജ്മെൻറ്റ് കൺസെപ്റ്റ് ആൻഡ് തോട്ട്സിൻ്റെയും അതുപോലെ മാനേജറിയൽ എക്കണോമിക്സിൻ്റെയും സിലബസുകളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.